ഹലോ. അപ്പോൾ നാളെ നമ്മുടെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ വെച്ചതെന്ന് പറഞ്ഞിട്ട് ആൾ കുറേ നേരം സ്റ്റാർട്ടാവാത്ത വണ്ടിയിൽ കുറേ കിടന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടാ ഭൂതത്താൻകെട്ട്. ഞാൻ നേരെ അങ്ങോട്ട് കയറി പോകുമ്പോഴാണെങ്കിൽ ബോർഡ് കണ്ട. എന്നാൽ പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഒരു വീഡിയോ കണ്ടെടുത്തു. ഈ ഭൂതത്താൻകെട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ഐതിഹ്യം ഞാൻ പറഞ്ഞിട്ടാ. നമ്മുടെ ഭൂതത്താൻകെട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നമ്മുടെ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് കുറച്ച് ഭൂതത്താന്മാർ ഒരു രാത്രി നമ്മുടെ കുട്ടമ്പുഴ പ്രദേശത്ത് നിന്ന് വരുന്ന പൂയംകുട്ടി പുഴയും ഇടമലയാറും കൂടി ചേർന്ന പെരിയാറിൻ്റെ കൈവഴി നമ്മുടെ ചാരുപാറ ഇഞ്ചത്തൊട്ടി പ്രദേശത്ത് നിന്ന് വരുന്ന പെരിയാറും തട്ടേക്കാട് ഭാഗത്ത് കൂടി ചേർന്ന് ഒഴുകുന്ന പെരിയാർ പുഴയ്ക്ക് കുറുകെ വമ്പൻ കല്ലുകൾ നിരത്തി അണക്കെട്ട് പണിയാൻ ആരംഭിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ പരമശിവൻ കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് മുന്നേ കൂവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് ഓടിമറയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. എനിക്കറിയില്ല. നമ്മൾ ഇവിടുന്ന് കുറച്ച് പോയി വലതുവശത്തായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വനത്തിലൂടെ ഒരു ഏകദേശം ഒരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂതത്താന്മാർ കെട്ടിയ ഒരു അണക്കെട്ട് പോലെ കാണാം. അതായത് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ ചെതറി കിടക്കുന്ന കാണാൻ പുഴയിൽ. അതൊരിക്കലും മനുഷ്യരെ കൊണ്ട് അത്രയൊന്നും പൊക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഈ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഈ എന്താ പറയുക, ഈ ഐതിഹ്യത്തിനെയും അതേപോലെ തന്നെ ഈ ഡാമിൻ്റെ പല ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഇതായിക്കൊണ്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചായ പിടിച്ചിട്ട് വരാം. നമ്മുടെ ഇടമലയാർക്ക് പോണ റൂട്ടിലുള്ള പാലാണ് കേട്ടത്. അതായത് ഈ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇടമലയാർ പോണ ഒരു പാലാണ്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഡാമിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടില്ല. അത് സത്യമായിട്ടോ. കാരണം ഡാമിൻ്റെ വ്യൂ ഇപ്പോഴും ഡാമിൻ്റെ വ്യൂ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയി പാലത്തിന് അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ കടന്ന് നമ്മളപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എന്താ പറയുക, പ്രകൃതിനെ തൊട്ടെറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു വരാട്ടോ. ഒരു 5-6 കുരങ്ങന്മാർ ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പോഴേ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ എടുത്തൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ആളെ മനസ്സിലായത്. 2 പേരും നല്ല വർത്താനായിരുന്നു. അങ്ങനെ കിട്ടിയ ബജ്ജിയൊക്കെ കഴിച്ച് ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ക്ടാവിന് 2 ബജ്ജിയൊക്കെ മേടിച്ചു കൊടുത്ത ആൾ നല്ല തട്ട് കേട്ടിട്ടുണ്ട്. ഒരു ചായയും വന്നു. ചായ വന്നപ്പോഴേക്കും ബജ്ജി കാലേ. അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളങ്ങനെയാണ്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ടാറ്റയും പറഞ്ഞ് പോവാണ്. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോവാണ്. കാരണം ഒരു 5-6 ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. കുഞ്ഞിൻ്റെ പിറന്നാളല്ലേ, സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ വന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഐതിഹ്യ കഥകളിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഹൈഡായിട്ട് കിടക്കുന്നുണ്ട്. അതൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വരാം.